നവോത്ഥാനത്തെക്കുറിച്ച്, പരിഷ്കരണങ്ങളെക്കുറിച്ച്, സമരങ്ങളെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങളും ചരിത്ര പുസ്തകങ്ങളും നമുക്കുണ്ട്. പക്ഷെ കേരളത്തില് ഈ നവോത്ഥാന പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനപരമായി വർത്തിക്കുന്ന എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്ന നമ്മളെ യുക്തിവാദികളെ, കേരളത്തിലെ പ്രത്യേകിച്ച് കേരള യുക്തിവാദ സംഘത്തെ പലപ്പോഴും മറ്റുള്ള ആളുകൾ അധിക്ഷേപിക്കുന്ന ഒരു വാക്കാണ് ജ്ഞാനോദയ യുക്തിവാദികൾ എന്ന് പറയുന്നത്. അത് അവർക്ക് കേരളത്തിൻ്റെ അല്ല ലോകത്തിലെ നവോത്ഥാനത്തിന്റെ ചരിത്രം എന്താണെന്ന് അറിയില്ലാത്തതുകൊണ്ടായിരിക്കാം. എന്തായാലും കേരളത്തിലെ എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്ന ഒരു മേഖലയെക്കുറിച്ച്, എങ്ങനെയാണ് കേരളത്തിന്റെ നവോത്ഥാന പക്ഷം രൂപീകരിക്കപ്പെട്ടതിനെ സംബന്ധിച്ചുള്ള ഒരു പഠനം വരുമ്പോൾ സ്വാഭാവികമായും അവിടെ എത്തപ്പെടുന്ന കുറെ നാമങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ പേരുകൾ ഒഴിവാക്കപ്പെടുക എന്നതുകൊണ്ടായിരിക്കാം, ഉള്ള താല്പര്യത്തിലായിരിക്കാം ഈ ജ്ഞാനോദയത്തെക്കുറിച്ചുള്ള പഠനങ്ങളും വളരെ കുറഞ്ഞു പോയത്. ഇപ്പൊ സഹോദരൻ അയ്യപ്പനെ, വി.ടി. ഭട്ടതിരിപ്പാട്, M.R.B., രാമവർമ്മ തമ്പാന്, C. കൃഷ്ണന്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളെ, സാഹിത്യ പഞ്ചാനനൻ, അതുപോലെ കേസരി ബാലകൃഷ്ണപിള്ള, കുറ്റിപ്പുഴ തുടങ്ങിയിട്ടുള്ള ആളുകൾ, ഈ ആളുകളെ കുറിച്ചുള്ള പഠനങ്ങൾ എത്രമാത്രം മലയാളത്തിൽ നടന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പരിമിതമായി നമ്മളൊക്കെ ചില വേദികളിൽ പറയുന്നതിനപ്പുറത്തേക്കൊന്നും വന്നിട്ടില്ല. കുറ്റിപ്പുഴയുടെ വിചാര വിപ്ലവം എന്ന കൃതിയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ വലിയ ആധുനിക ഘട്ടത്തിലേക്ക് നമ്മളെ തുറന്നു വിട്ടത്. സാഹിത്യ പഞ്ചാനനും അതുപോലെ തന്നെ കേസരി ബാലകൃഷ്ണപിള്ളയും ഒക്കെ നടത്തിയിട്ടുള്ള ചരിത്ര സാമൂഹ്യ പഠനങ്ങൾ വളരെ കൃത്യമായും പാശ്ചാത്യ സംസ്കാരങ്ങളെയും പാശ്ചാത്യ ചിന്തകളെയും മലയാളത്തിന് പരിചയപ്പെടുത്തുന്നതായിരുന്നു. ഇപ്പൊ കേരളത്തിൽ ആദ്യമായി ലെനിനെ കുറിച്ച് എഴുതുന്നത് സഹോദരൻ അയ്യപ്പനാണ്. മാർക്സിനെ കുറിച്ച് എഴുതുന്നത് അല്ലെങ്കിൽ സ്വദേശാവി രാമകൃഷ്ണപിള്ളയാണ്. അതുപോലെയുള്ള ലോകത്തിലെ യൂറോപ്യൻ മേഖലയിൽ നടന്നിട്ടുള്ള, അല്ലെങ്കിൽ ലോകത്തിന്റെ ഇതര മണ്ഡലങ്ങളിൽ നടന്നിട്ടുള്ള പഠനം കാര്യങ്ങളും തത്വചിന്താപരമായ മുന്നേറ്റങ്ങളും ഒക്കെ തന്നെ മലയാളത്തിന് പരിചയപ്പെടുത്തുമ്പോൾ സോക്രട്ടീസിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ആർത്തികാസരിയാണ്. അപ്പൊ അങ്ങനെ മറ്റ് രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചിന്താ പദ്ധതികളുടെ, പ്രത്യേകിച്ച് മാനവീയ കേന്ദ്രീകൃതമായിട്ടുള്ള ചിന്താ പദ്ധതികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ, അതിനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ പങ്കുവച്ചിട്ടുള്ള ആളുകൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് നിന്നിരുന്ന ആളുകളായിരുന്നു. അതൊരു പക്ഷേ മനസ്സിലാക്കാൻ മാത്രമല്ല, ഈ മനുഷ്യത്വം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, മാനവികത എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, അത് വെറും കേവലമായി ഉപയോഗിക്കുന്ന മനുഷ്യ സ്നേഹം എന്ന് പറയുന്ന മതവാക്കാർ പറയുന്ന ഒരു രീതിയിലല്ല, മറിച്ച് എല്ലാ മനുഷ്യന്റെയും ചോരയ്ക്കും കണ്ണുനീരിനും ഒരേ നിറമാണ് എന്ന് ലോകത്തിനോട് ആദ്യം പറഞ്ഞു കൊടുത്തത് എബ്രഹാം ലിങ്കൺ ആണ്. എങ്കിൽ ആ എബ്രഹാം ലിങ്കന്റെ പാത പിന്തുടർന്നു വന്നയാളായിരുന്നു സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പന്റെ വീടിന്റെ വാതിക്കല് അദ്ദേഹത്തിന് കയറി ചേരുന്ന പ്രദേശത്ത് എഴുതി വെച്ചിരുന്ന പ്രധാനപ്പെട്ട വാക്യങ്ങൾ ഒന്നായിരുന്നു ചോരയ്ക്കും കണ്ണുനീരിനും ഒരേ നിറമാണ് എന്നും. മാത്രമല്ല, ഞാനൊരു അടിമയാകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഞാനൊരു ഉടമയാകാനും ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ വീട്ടുപതികൾ, നിങ്ങളിപ്പോൾ അവിടെ ചെന്നാൽ അത് കാണാം, അദ്ദേഹം അങ്ങനെ എഴുതി വെച്ചിരുന്നു. അങ്ങനെ ലോകത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു മാനവികതാ ബോധം, ഹ്യൂമനിസം എന്ന് പറയുന്നതിനെയൊക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനം. മറ്റു ധാരാളം കൃതികളുണ്ടായിട്ട് മറ്റു മഹാന്മാർ ഒത്തിരി പേരാണ് അവതരിച്ചിട്ടുണ്ടെങ്കിലും ഒരു ജാതി വിരുദ്ധമായിട്ടുള്ള, മതവിരുദ്ധമായിട്ടുള്ള, മതേതരമായിട്ടുള്ള ഒരു മാനവികതയെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകൾ മലയാളത്തിൽ അവതരിപ്പിക്കുന്നത് ഞാനീ മുൻപ് പറഞ്ഞ ആളുകളൊക്കെ തന്നെയാണ്. അതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു പാരമ്പര്യമല്ല, നമ്മുടെ യഥാർത്ഥ മാനവിക പാരമ്പര്യം എന്നുള്ളവർ പറയുന്നത്. ഇപ്പൊ നാരായണഗുരു ഒരു ജാതി ഒരു മതം എന്ന വൈകുണ്ഠസ്വാമിയുടെ വാക്യങ്ങൾ ഏറ്റെടുത്ത്, അല്ല തൈക്കാട് അയ്യാസ്വാമിയുടെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു ജാതി ഒരു മതം എന്ന് നാരായണഗുരു പറഞ്ഞപ്പോൾ അതിനെ തിരുത്തിക്കൊണ്ട് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് വേണ്ടത് ധർമ്മം മാത്രമാണ് എന്ന് ലോകത്തിലെ മലയാളത്തിൽ ആദ്യമേ പ്രഖ്യാപിക്കുന്ന സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ ഇത് പ്രഖ്യാപിക്കുക മാത്രമല്ല, ആ കാലഘട്ടങ്ങളിൽ കേരളത്തിൽ നടന്നുള്ള ഒട്ടുമിക്ക സമരങ്ങളിലും, ഒട്ടുമിക്ക സാമൂഹിക പോരാട്ടങ്ങളിലും, കുട്ടക്കുളം സമരം അടക്കം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന തേക്കുറിശി സമരം അടക്കം, അല്ലെ പാലി സത്യാഗ്രഹം, അതുപോലെ തന്നെ കൽപ്പാത്തി സമരം, ഈ സമരവേദികളിലെല്ലാം തലപ്പത്ത് നിന്നിരുന്ന, അല്ലെങ്കിൽ അവിടെയെല്ലാം അതിൻ്റെ സന്ദേശവുമായി എത്തി നമ്മൾ മനുഷ്യരാണ് പ്രധാനമെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരാളായിരുന്നു സഹോദരൻ അയ്യപ്പൻ. പക്ഷേ ഈ സഹോദരൻ അയ്യപ്പനെ കുറിച്ചൊന്നും മലയാളത്തിൽ നമ്മൾ പറയുന്നതല്ലാതെ വേറെ ഒരാളും അടയാളപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ചരിത്രം എഴുതുന്ന ആളുകൾക്ക് വളരെ കൃത്യമായ ഒരു അജണ്ടയുണ്ട്. എല്ലാം സംഭവിച്ചത് ഞങ്ങളിൽ കൂടെയാണ്, എല്ലാം ഞങ്ങൾ വഴിയാണ് സംഭവിച്ചത്, ഞങ്ങളുടെ കയ്യിലാണ് ഇതിൻ്റെ എല്ലാം പാരമ്പര്യം എന്ന് വീമ്പളക്കുന്ന ഒരു സമ്പ്രദായം. അതായത് പ്രസ്ഥാനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവിടെ നടന്നിട്ടുള്ള സമരങ്ങൾ പോലും ഞങ്ങൾ വഴിയാണ് എന്ന് പറഞ്ഞെടുക്കുന്ന ഒരു രീതി പൊതുവെ നമ്മുടെ ആളുകൾക്കിടയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ചരിത്രകാരന്മാരായിട്ടുള്ള ആളുകൾക്കിടയിൽ പലപ്പോഴും പറയാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ വൈക്കം സത്യാഗ്രഹം കേരളത്തിൽ ആദ്യത്തെ വഴിനടപ്പിന് വേണ്ടിയുള്ള സമരമാണ്. നുണയാ. അതിന് എത്രയോ 8-10-12 വർഷം മുമ്പ് അയ്യങ്കാളി ബാലരാമപുരത്ത് സ്ഥലം വഴി പിടിച്ചെടുത്തിട്ടുണ്ട്.
അപ്പൊ ആ അയ്യങ്കാളിയെ മറച്ചു വെക്കാൻ വേണ്ടി വളരെ കൃത്യമായിട്ട് 24 വൈക്കത്തടം സമരമാണ് വഴി നടക്കാൻ ഒരു കൂട്ടർ, അത് വേറൊരു കൂട്ടരും ക്ഷേത്രപ്രവേശനം കേരളത്തിൽ അങ്ങനെ ഒരു ആവശ്യമായിട്ട് അവർ ഉന്നയിച്ചതല്ല. ഈ വൈക്കം സത്യാഗ്രഹം നടക്കുന്നതിന് 6 വർഷം മുമ്പ് ചെങ്ങന്നൂർ മഹാദേവി ക്ഷേത്രത്തിലേക്ക് കറുപ്പൻ ദേവത്താന്റെ നേതൃത്വത്തിൽ 5000-ഓളം ദലിതർ അമ്പലത്തിനകത്ത് ചാടിക്കേറിയതാണ്. അപ്പൊ അങ്ങനെ നടന്നൊരു സംഭവം. അപ്പൊ കറുപ്പൻ ദൈവത്താനെ ഒഴിവാക്കാൻ വേണ്ടി വളരെ കൃത്യമായിട്ടും ഇതാണ് ആദ്യം നടന്നത്. അത് നമ്മുടെ ഒരു ചരിത്രകാരന്മാരുടെ ഒരു രീതിയാണ്. കാരണം ഞങ്ങളുടെ വഴിയാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് പറയുന്ന ഒരു രീതി. കർഷക തൊഴിലാളി സമരം 1907 നടന്നാണ്, ആറാട്ടുപുഴ നടത്തിയാണ്. അതിന് തൊട്ടു മുമ്പ് ആറാട്ടുപുഴ അതിന് മുമ്പ് നടത്തി. അതിന് തൊട്ട് മുമ്പ് 1907 അയ്യങ്കാളി നേതൃത്വത്തിൽ നടന്നു. പക്ഷേ കർഷക തൊഴിലാളി സമരത്തിന്റെ ചരിത്രം എഴുതി ആരും അയ്യങ്കാളിന്റെ പേര് പറയത്തില്ല. ഞാൻ പറഞ്ഞത് ഈ ചരിത്രം എഴുതുന്ന ആളുകൾക്ക് അവരുടെ താല്പര്യങ്ങളുള്ളത് കൊണ്ട്, നിക്ഷിപ്ത താല്പര്യങ്ങളുള്ളതുകൊണ്ട് അവരെ ക്രോണോളജിക്കൽ ഓർഡർ പോലും നോക്കാതെ, കാലഘടന പോലും പരിഗണിക്കാതെയാണ് പലപ്പോഴും എഴുതുന്നത് എന്നതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പനോ വി ടി ഭട്ടതിരിപ്പാടോ അമർ മത്താമ്പാനോ MRVയോ ഒക്കെ നമ്മുടെ ചരിത്രത്തിൽ ഇല്ലാതെ പോയത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ അത്തരം ഒരു ജാതി വിരുദ്ധമായിട്ടുള്ള മതവിരുദ്ധമായ ഒരു നിലപാടിലൂടെ മനുഷ്യത്വത്തെക്കുറിച്ച് പറയുക മാത്രമല്ല, ആദ്യമായി കേരളത്തിന്റെ ചരിത്രത്തിൽ ശാസ്ത്രമാണ് സത്യം എന്ന് പറഞ്ഞ് സയൻസ് ദശകം എഴുതിയ സഹോദരൻ അയ്യപ്പനാണ്. ദൈവദേശകത്തിന്റെ വാർഷികങ്ങൾ നമ്മളിവിടെ ആഘോഷിക്കുന്നുണ്ട്. ദൈവദേശകത്തിന്റെ വീഡിയോകളും സിനിമകളും മറ്റു മലയാളികളും ഒത്തിരി ഇറങ്ങുന്നുണ്ടെങ്കിലും ദൈവദേശകത്തിനേക്കാൾ എത്രയോ ഗംഭീരമായൊരു കൃതിയാണ് സയൻസ് ദശകം എന്നത്. ആ സയൻസ് ദശകത്തെ നമ്മളിപ്പോഴും പ്രചരിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. കാരണം കോടി സൂര്യപ്രഭ ഉയരുന്ന ആ ശാസ്ത്രത്തിന്റെ നേട്ടങ്ങളെ വർണ്ണിച്ചുകൊണ്ട് സഹോദരൻ അയ്യപ്പൻ നടത്തിയിട്ടുള്ള ആ പ്രഖ്യാപനം. അപ്പൊ അത്തരം വളരെ കൃത്യമായിട്ടുള്ള കാലത്തിനൊത്ത് അഥവാ കാലത്തിന് മുമ്പേ സഞ്ചരിച്ചെന്ന അത്ര മഹാരഥന്മാരെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറില്ല, നമ്മൾ പലപ്പോഴും അറിയാറില്ല. എന്ന് മാത്രമല്ല, ഇതിന് തുടർച്ചയായിട്ടാണ് 1917 മിശ്രഭോജനം. ആ മിശ്രഭോജനത്തിൽ പോലും വളരെ കൃത്യമായിട്ട് പന്തിഭോജനം എന്ന പേരൊക്കെ ഇട്ടിട്ട് അതിനെ വളരെ കൃത്യമായി അതിനെ തേച്ചു മായ്ച്ചു കളയാനുള്ള ഒരു വളരെ വ്യഗ്രത നമ്മുടെ ചരിത്രകാരന്മാർ കാണിക്കാറുണ്ട്. മിശ്രഭോജനം എന്ന് പറയുന്ന അർത്ഥമല്ല പന്തിഭോജനം എന്ന് പറയുന്നത്. പന്തിഭോജനം പന്തി ഇട്ടിരുന്ന് ഉണ്ണുക എന്നുള്ളതേ ഉള്ളൂ, എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുക. അവിടെ നടന്നതല്ല. അവിടെ വ്യത്യസ്ത ജാതിക്കാരായ 7-8 പേര് കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. അതുകൊണ്ട് അതിനെ മിശ്രഭോജനം എന്ന് തന്നെയാണ് പറയേണ്ടത്. ആ മിശ്രഭോജന പ്രസ്ഥാനത്തിലൂടെ ഇരുന്ന സഹോദര പ്രസ്ഥാനം പിന്നീട് 1920 ശേഷം യുക്തിവാദി പ്രസ്ഥാനമാകുന്നു. ആ യുക്തിവാദി പ്രസ്ഥാനം അതേസമയം തന്നെ 1926 തന്നെ VK പൗത്തന്റെ നേതൃത്വത്തിൽ മിശ്രവാദ സംഘം ഉണ്ടാകുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലെ 19-ാം നൂറ്റാണ്ടിന്റെ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ തന്നെ വളരെ വിക്ഷുബ്ധമായിട്ടുള്ള സാമൂഹിക പ്രക്ഷോഭണങ്ങൾ നടത്തിയിട്ടുണ്ട ഒരു സമരമുണ്ട്. വി ടി ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ 1930 നടക്കുന്ന ഗംഭീരമായ പോരാട്ടങ്ങള്. ആ ഗംഭീരമായ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ സാമൂഹിക അന്തസ്സിന് വേണ്ടിയുള്ള സമരങ്ങളായിരുന്നു. 1914 അയ്യങ്കാളിയുടെ നേതൃത്വത്തില് കേരളത്തിലെ പട്ടികജാതി പെണ്ണുങ്ങൾ ബ്ലൗസ് ധരിച്ചുവെങ്കിൽ 1931 മാത്രമാണ് നമ്പൂരി പെണ്ണുങ്ങൾ ബ്ലൗസ് ധരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പക്ഷെ നമ്മുടെ സിനിമാക്കാർ പറയുന്ന കഥയല്ല ഞാൻ പറയുന്നത്, യഥാർത്ഥ ചരിത്രം പറയുന്നത്. അപ്പൊ ഈ 31 പോലും നമ്പൂതിരി പെണ്ണുങ്ങൾ എങ്ങനെയാണ് ബ്ലൗസ് ധരിക്കുന്നതും കോശം ബഹിഷ്കരിക്കുന്നതും അക്ഷരം പഠിക്കാൻ തുടങ്ങുന്നതും ബഹുഭാര്യാത്വത്തിനെതിരെ സമരം ചെയ്യുന്നതും വൃദ്ധകന്യകളുടെ അങ്ങനെ വിധവാവിവാഹം നടത്തുന്നതും മിശ്രവിവാഹം നടത്തുന്നതും ഒക്കെ 1930 ശേഷമാണ്. പക്ഷെ ഇതൊന്നും നമ്മുടെ പ്രഖ്യാപിത ചരിത്ര പുസ്തകങ്ങളൊന്നും നോക്കിയ സാധനം കാണത്തില്ല. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായി വി ടി ഭട്ടതിരിപ്പാടിനെ പോലുള്ള MRVയെ പോലുള്ള ആളുകൾ, ആര്യവള്ളത്തെ പോലുള്ള ആളുകള് തങ്ങൾ യുക്തിവാദികളാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, തങ്ങൾ ജാതിക്കും മതത്തിനെതിരാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അത്തരം സമരങ്ങളിലേക്ക് വരുന്നത്. അങ്ങനെ യുക്തിവാദി സംഘത്തിന്റെയും മിശ്രവാദ സംഘത്തിന്റെയും നേതൃത്വത്തിലെ കേരളത്തില് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ മലയാളത്തിൽ ഒരു വിചാര വിപ്ലവം നടന്നിട്ടുള്ളത്. അല്ലെങ്കിൽ മലയാളത്തിലൊരു ഞാൻ പറഞ്ഞ ജ്ഞാനോദയ വിപ്ലവം നടത്തുന്നത്. പക്ഷേ ഈ ജ്ഞാനോദയം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് പല ആളുകൾ നമ്മളൊക്കെ അധിക്ഷേപിക്കുന്നത്. അതൊക്കെ പോട്ടെ, നമ്മുടെ വിഷയമൊന്നുമല്ല. എന്നാൽ നമ്മളവിടെ നിർത്തുക. 1967 ഡിസംബർ 24 കേരള യുക്തിവാദി സംഘം ഉണ്ടാകുമ്പോൾ ആ യുക്തിവാദി സംഘം, അതിനു മുമ്പ് യുക്തിവാദി സംഘങ്ങൾ കേരളത്തിലെ വ്യത്യസ്ത ജില്ലകളിൽ തിരുവനന്തപുരത്തും കോഴിക്കോടും കൊച്ചിയിലും ഒക്കെ ഉണ്ട്. പക്ഷെ അത് യൂണിഫൈ ചെയ്തിട്ട് ഒരു കേരള യുക്തിവാദി സംഘം എന്ന രീതിയിൽ 1967 അവതരിപ്പിക്കുന്നു. ആ 67 ശേഷം കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തില് നിരവധിയായ സമരങ്ങൾ നേതൃത്വം കൊടുത്തത് കേരള യുക്തിവാദി സംഘമാണ്. 1900 ഗുരുവായൂരിലെ 1969 ഡിസംബർ 27 നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം, 79 നടന്ന ജാതി നശീകരണ യാത്ര. നോക്കണം, ജാതി നശീകരണ യാത്ര 1979 ഏപ്രിൽ 25 മുതൽ മെയ് 15 വരെ കേരളത്തിൽ നടത്തിയാണ്. ആ ജാഥ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ കേരളത്തിലെ ഒരു പത്രം എഴുതിയത് ജാഥ നടത്തിയാൽ ജാതി പോകുമെന്നായിരുന്നു. ഇപ്പോഴും ആ പ്രശ്നത്തിന്, ആ ചോദ്യത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ടെന്ന് നമ്മൾ ആലോചിക്കുക. അതുപോലെ മതമുക്ത രാഷ്ട്രീയ ബില്ല്
മതമുക്ത രാഷ്ട്രീയം നടപ്പിലാക്കണമെന്നും അതിന് ബില്ല് തയ്യാറാക്കിക്കൊണ്ട് അതിനുവേണ്ടിയുള്ള സിവിൽ കോഡ് യാത്ര 1985 നമ്മൾ നടത്തിയാണ്. അന്ന് മുതൽ നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങളാണ് ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കണമെന്നും മതമുക്ത രാഷ്ട്രീയം നടപ്പിലാക്കണമെന്നും അന്ധവിശ്വാസ നിർമ്മാർജ്ജനത്തെ സംബന്ധിച്ചുള്ള പോരാട്ടങ്ങൾ പറയുന്നത്. പിന്നീട് നമ്മൾ 88 ബോധനയാത്ര, 91 പെരിങ്ങോ മാർച്ച്, 95 ഏക സിവിൽ കോഡ്, നവോത്ഥാന യാത്ര 97, പാർലമെന്റ് മാർച്ച് 2005 2013, ഇതെല്ലാം നമ്മൾ ഉന്നയിച്ച വിഷയം എന്തായിരുന്നു? മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് മുക്തമാക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരങ്ങളായിരുന്നതെല്ലാം. അതുപോലെ ഏകീകൃതമായ ഒരു സിവിൽ കോഡ്, ഇന്ത്യൻ ഭരണഘടന പറയുന്ന സിവിൽ കോഡ് നടപ്പിലാക്കണമെന്നായിരുന്നു ആവശ്യം. ഈ ആവശ്യങ്ങളൊക്കെ 2005 നമ്മൾ ആവശ്യപ്പെട്ടാണ് പാർലമെന്റ് മാർച്ചിലൂടെ. നോക്കൂ ഇന്ന് എത്രമാത്രം പ്രസക്തമാണ്. നമ്മൾ അന്ന് ഉന്നയിച്ച വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഭരണകൂടത്തിന് ചെവി ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ദുര്യോഗത്തിലേക്ക്, ഒരു മതരാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യ പോകുമായിരുന്നില്ല. പിന്നെ 2006 മാനവിക യാത്ര, പിന്നെ അന്ധവിശ്വാസ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള 2014 മുതലുള്ള സമരങ്ങള്, മകരജ്യോതി അനാവരണം, കൊടുങ്ങല്ലൂർ തെറിപ്പാട്ട്, മാറാട് സ്നേഹ സന്ദേശ യാത്ര, ഹജ്ജ് സബ്സിഡി നിർത്തലാക്കാൻ വേണ്ടിയുള്ള സമരങ്ങള്, മതവിരുദ്ധ റാലികള്, ചർച്ചാക്കിലെ പോരാട്ടം, അമൃതാനന്ദമയി ആശ്രമത്തിലെ കൊള്ളരാമുകൾക്കെതിരായുള്ള സമരങ്ങള്, ദാബോൽക്കർ, കൽബുർഗി, ഗൗരി ലങ്കേഷ് പൻസാരെ സമരങ്ങള്, കൃപാസന മാർച്ച്, ഇങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള കേരള വിദ്യാഭ്യാസ ചരിത്രം നോക്കിയാൽ കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടുള്ള ബോധനങ്ങളായിരുന്നു നമ്മൾ നടത്തിയത്. അത്തരം ഒരു ശ്രമത്തിന് നേതൃത്വം കൊടുത്തതിൽ കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരുന്നിരുന്ന, ഞാൻ BT കുറിച്ചുമ്പേ പറഞ്ഞു, അതുപോലെ MC കുറിച്ച് പറഞ്ഞു, സമകാലികമായി വരുമ്പോൾ പവനനും കലാനാഥനും അടക്കമുള്ള നേതൃത്വങ്ങള് വളരെ കൃത്യമായ ഒരു കൺസെപ്റ്റോടു കൂടി നമ്മൾക്കൊരു നയരേഖ ഉണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത്. ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആമുഖം പറഞ്ഞത് അത്തരമൊരു കോൺസെപ്റ്റിലേക്ക് ഒരുപക്ഷെ ഇന്ത്യയിലെ യുക്തിവാദി പ്രസ്ഥാനങ്ങളില് അഥവാ ലോകത്തിലെ തന്നെ യുക്തിവാദി പ്രസ്ഥാനങ്ങൾ സ്വാഭാവികമായും അന്ധവിശ്വാസങ്ങൾക്കെതിരായി മാത്രമുള്ള ദിവ്യാത്ഭുതങ്ങൾ അനാവരണം ചെയ്ത പ്രവർത്തനങ്ങൾ മാത്രമാണ് നടത്തിയതെങ്കിൽ വളരെ കൃത്യമായിട്ടും ഒരു സോഷ്യലിസ്റ്റ് സാമൂഹിക ക്രമത്തെക്കുറിച്ചുള്ള ധാരണയോടുകൂടി അതിനുവേണ്ടി ഒരു പദ്ധതിയായി കേരള യുക്തിവാദി സംഘത്തെ അവതരിപ്പിക്കുക എന്നും അതിലൂടെ ഒരു കൾച്ചറൽ റെവല്യൂഷൻ, ഒരു സാംസ്കാരിക വിപ്ലവത്തിന് എന്ന കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയും അതിനു വേണ്ടിയുള്ള രീതിയിലുള്ള പ്രവർത്തന പന്ഥാവുകൾ തുറക്കുകയും ചെയ്ത ഒരു പ്രസ്ഥാനമാണ് കേരള യുക്തിവാദി സംഘം. ഇത്തരം ഒരു കാഴ്ചപ്പാടിലേക്ക് യുക്തിവാദി സംഘം കടന്നു വരുന്നത് ഞാൻ മുമ്പേ സൂചിപ്പിച്ച കലാനാഥനും പവനും അടക്കമുള്ള ആളുകൾ, അതുപോലെയുള്ള ആളുകൾ ആ നേതൃത്വത്തിൽ ഇരുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ടും ഒരു മാനിഫെസ്റ്റോ നമുക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞത്. വളരെ കൃത്യമാണ് നമ്മുടെ മാനിഫെസ്റ്റോയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. വർഗപരമായ കാഴ്ചപ്പാടിൽ ഉള്ളവനും ഇല്ലാത്തവനും നമ്മൾ വ്യത്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ വളരെ കൃത്യമായി നമ്മൾ പറയുന്നു, ഇല്ലാത്തവർക്കിടയിലെ വിഭജനത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു. എന്താണ്? നമ്മളില്ലാത്ത ആളുകളെ, അല്ലെങ്കിൽ ദരിദ്രരും അല്ലെങ്കിൽ പതിതരുമായിട്ടുള്ള ആളുകൾക്കിടയിൽ അവരെ തമ്മിൽ അകറ്റുന്ന ഘടകം ഏതാണ്? ദരിദ്രരെ തമ്മിൽ അകറ്റുന്ന വർഗപരമായ വേർതിരിവിനോടൊപ്പം തന്നെ ആ വർഗത്തിനുള്ളിൽ പുതിയ വർഗങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നും, അതും നിശ്ചയമായും ജാതിയുടെയും മതത്തിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും പ്രശ്നങ്ങളാണ് അവിടെ വരുന്നത് എന്നും അതെങ്ങനെ പരിഹരിക്കാം എന്നുമാണ് വളരെ കൃത്യമായി നമ്മുടെ ഭരണഘടനയും നമ്മുടെ നയപ്രഖ്യാപന രേഖയും വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ്. അതിനുവേണ്ടി വളരെ കൃത്യമായിട്ടൊരു ലക്ഷ്യം പ്രഖ്യാപിക്കുന്നുണ്ട് കേരള യുക്തിവാദി സംഘത്തിന്റെ നയരേഖ. ലക്ഷ്യം പ്രഖ്യാപിക്കുന്നതുകൊണ്ട് ആ ലക്ഷ്യം ഇത്ര കണ്ട കാലം കൊണ്ട് നടന്നോ എന്നുള്ളത് വേറൊരു പ്രശ്നം. അത് നമ്മൾ സാമൂഹികമായിട്ടും സ്വാഭാവിക സംഘടനാപരമായിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും അത്തരം ഒരു നിലപാടിലേക്ക് യുക്തിവാദി സംഘത്തിന്റെ കാഴ്ചപ്പാട് വരാൻ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് കലാനാഥ് മാഷായിരുന്നു. കലാനാഥ് മാഷും ജോസ് കരിമേനിയും അടക്കമുള്ള ആളാണ് ഇതിന്റെ നയരേഖ തയ്യാറാക്കുന്നതും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം ചർച്ചകൾ, സംവാദങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ കലാനാഥ് മാഷും പവനും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പങ്കാളിത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കൃത്യമായി ഓരോ കാലഘട്ടങ്ങളിലും നമ്മൾ നേരിടുന്ന പ്രശ്നം ഞാൻ പറഞ്ഞു. 2005 2013 പാർലമെന്റ് മാർച്ച് നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ കലാനാഥ് മാഷിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഡൽഹിയിൽ പോയി തമ്പടിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ 50-ലേറെ യുക്തിവാദി സംഘടനകളെ യോജിപ്പിച്ചുകൊണ്ട് മതവും രാഷ്ട്രീയവും വേർതിരിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിലെ സമകാലികമായ ഏറ്റവും വലിയ പ്രശ്നമാണ് എന്നും, അല്ല എങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയം വർഗീയതയിലേക്ക് പോകുമെന്നും സംഘപരിവാരത്തിന്റെ ഭരണ കേന്ദ്രീകരണത്തിലെ RSS പ്രഖ്യാപിച്ചിരിക്കുന്ന കാഴ്ചപ്പാടിലേക്ക് ഇന്ത്യൻ പാർലമെന്റ് നീങ്ങുമെന്നൊക്കെ വളരെ ദീർഘകാലം 2005 വളരെ കൃത്യമായി, ഞാൻ പറയുന്ന വെറുതെ രേഖകൾ വെച്ചുകൊണ്ടാണ് അന്ന് തയ്യാറാക്കിയ എന്താണ് മതമുക്ത രാഷ്ട്രീയ ബില്ല് എന്ന് പറയുന്ന ആ ബില്ല് വെച്ചുകൊണ്ട് തന്നെ പറയുന്നത്. ആ ബില്ല് അച്ചടിച്ച് ഇന്ത്യയിലെ അന്നത്തെ എല്ലാ MP മാർക്കും പ്രധാനമന്ത്രിക്കും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് നടത്തിയെങ്കിലും അത് നമ്മൾ പറഞ്ഞ പോലെ വനരോധനം പോലെ ആയെങ്കിൽ അതിന്റെ ദുരന്തമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. കലാമാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
അദ്ദേഹം ഏതെങ്കിലും എന്താ പറയുന്നത്, ഒരു വശം മാത്രം കാണുന്ന ഒരാളായിരുന്നില്ല. സമഗ്രമായ സാമൂഹ്യ ബോധം, ഞാൻ പറഞ്ഞല്ലോ, എന്തായിരിക്കണം നമ്മുടെ സാംസ്കാരിക വിപ്ലവം എന്നതിനെ സംബന്ധിച്ച്, സാംസ്കാരിക ഐക്യമുന്നണി എന്തിനു വേണ്ടിയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് വളരെ സമഗ്രമായ കാഴ്ചപ്പാടുള്ള അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞാനിത് പറയുന്ന അദ്ദേഹവുമായി 1981 മുതൽ ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ആ കഴിഞ്ഞ ദീർഘമായ കാലങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം സംഘടനാ നേതൃത്വത്തിൽ പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിനോട് ഇണങ്ങിയും പിണങ്ങിയും പല കാര്യങ്ങളിലും ദാർശനികമായും പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളിൽ തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിലാണ് ഞാൻ പറയുന്നത്. വളരെ കൃത്യമായും ഇത്തരം വിഷയങ്ങൾ പഠിച്ച് എഴുതുന്ന ഒരാളായിരുന്നു കലാമാഷ്. കലാമാഷിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഓരോ പ്രഭാഷണങ്ങളും ഓരോ റെഫറൻസുകളായിരുന്നു. ഒരു പ്രഭാഷണം നടത്തണമെങ്കിൽ അദ്ദേഹം വളരെ കൃത്യമായി അതേക്കുറിച്ച് പഠിച്ച് അതിന്റെ നോട്ടുകൾ തയ്യാറാക്കിയിട്ട് അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നാൽ എനിക്ക് തോന്നുന്നത് ഒരു ലോറിയിൽ കയറ്റാൻ മാത്രം പ്രസംഗ നോട്ടുകൾ അല്ലെങ്കിൽ കുറിപ്പുകൾ അദ്ദേഹത്തിന് കയ്യിലുണ്ട്. അതെല്ലാം വെച്ചിട്ട് പുസ്തകങ്ങൾ എഴുതണമെന്നും ആത്മകഥ എഴുതണമെന്നൊക്കെ അദ്ദേഹത്തോട് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുവെങ്കിലും അദ്ദേഹം അതിനൊരിക്കലും തയ്യാറായില്ല. കാരണം അത്തരം കാര്യങ്ങൾ എഴുതുക എന്ന് പറയുന്നത് ഞാൻ ഇതിനു വേണ്ടി മാത്രം എഴുതുന്നു എന്നോട് പറഞ്ഞു മാഷെ എന്തുകൊണ്ട് മാഷ് ഇതില്ല. കാരണം അദ്ദേഹം ശാസ്ത്രത്തെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് സംസാരിക്കും. വെറുതെ എന്നല്ല, അദ്ദേഹം ഒരു ശാസ്ത്ര അധ്യാപകനായിരുന്നത് കൊണ്ട് തന്നെ ആധുനിക ശാസ്ത്ര രംഗത്തെ ഏത് പ്രതിഭാസങ്ങളെ കുറിച്ച് ചോദിച്ചാലും അദ്ദേഹത്തിന് പറയാൻ കഴിയും. സാമൂഹിക വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, ഭരണഘടനാപരമായ വിഷയങ്ങളെ കുറിച്ച്, ഭരണഘടന അദ്ദേഹം ഒരു നിയമജ്ഞൻ അല്ലെങ്കിൽ പോലും ഭരണഘടനാപരമായി പറഞ്ഞപ്പോൾ സിവിൽ കോഡിന്റെ കാര്യത്തിൽ, മതനിരപേക്ഷതയുടെ കാര്യത്തിലൊക്കെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഭരണഘടനയുടെ ഏതേത് വകുപ്പുകൾ അനുസരിച്ച് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഒരു ഹർജി തയ്യാറാക്കിയാൽ പോലും വളരെ കൃത്യമായി ഇത്ര വകുപ്പ് അനുസരിച്ച് അതിന്റെ സബ് ക്ലോസ് അനുസരിച്ച് ഇങ്ങനെ ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി അദ്ദേഹം സൂചിപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ താർക്കിക രംഗത്ത് അദ്ദേഹം ഉന്നയിക്കുന്ന തർക്കങ്ങൾ, അല്ലെ അദ്ദേഹം ഉന്നയിക്കുന്ന ന്യായങ്ങൾ, യുക്തികൾ പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇടമറുകിൽ നമ്മൾ കാണുന്ന ആ ഒരു താർക്കിക ബോധം കുറെ കൂടി ഫിലോസഫിക്കലായി കലാനാഥന്റെ ഇടയിൽ കാണാൻ കഴിയും. കാരണം അദ്ദേഹം എത്ര ശത്രുവിനോടും എതിരാളിയോടും സംസാരിക്കുമ്പോഴും ആ എതിരാളിക്ക് വൈരാഗ്യം തോന്നാത്ത വിധത്തിൽ, അല്ലെ വിദ്വേഷം തോന്നാത്ത വിധത്തിൽ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന, തന്റെ വാദഗതികള് കുന്തമുനകൾ ഉന്നയിക്കാൻ കഴിയുന്ന ആളായിരുന്നു കലാമാഷ്. അദ്ദേഹം അക്ബർ ഉക്കാടിനകത്തുള്ള സംവാദങ്ങളുണ്ട്. ആ സംവാദങ്ങളുടെ വീഡിയോ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓരോ വിഷയത്തിൽ അദ്ദേഹം മതത്തെക്കുറിച്ച് പറഞ്ഞാൽ ഖുർആന്റെ കാര്യത്തിലായാലും ഭഗവത്ഗീതയുടെ കാര്യത്തിലായാലും ബൈബിളിന്റെ കാര്യത്തിലായാലും ഒക്കെ വളരെ ആധികാരികമായി അദ്ദേഹത്തിന്റെ ഖുർആൻ പ്രഭാഷണങ്ങളല്ല, ഖുർആനെ സംബന്ധിച്ച പ്രഭാഷണങ്ങൾ കേട്ടാല് നമുക്ക് വളരെ അത്ഭുതം തോന്നും. കാരണം വളരെ കൃത്യമായി അതിലെ ഓരോ വാക്യങ്ങൾ എടുത്തിട്ട് ആ വാക്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി എതിരാളിക്ക് മറുപടി പറയാനാവാത്ത വിധത്തിൽ അദ്ദേഹം ലോജിക്കലായിട്ട് അവതരിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഓരോ വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ പഠനപരമായ കാര്യങ്ങൾ വളരെ കൃത്യമായി അദ്ദേഹം തയ്യാറാക്കിയെന്ന് പറഞ്ഞാൽ, ഈ തയ്യാറാക്കുന്നതിന് കുഴപ്പം എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒരു കുടുംബജീവിതം ഇല്ലാതെ പോയി എന്നുള്ളതാണ്. കാരണം എന്നോട് പലപ്പോഴും പറഞ്ഞിരുന്നത് കല്യാണം കഴിക്കുക 45 വയസ്സ് കഴിഞ്ഞാൽ. എന്തുകൊണ്ടാണ് കല്യാണം കഴിച്ചത്? എനിക്ക് കല്യാണത്തെക്കാൾ പ്രധാന സാമൂഹിക ജീവിതം. കാരണം എന്താണെന്ന് വെച്ചാൽ 16ാമത്തെ വയസ്സിൽ അദ്ദേഹം സ്വയം പഠിക്കാൻ തുടങ്ങിയതാണ്. അദ്ദേഹം 16ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് മാർക്സിസത്തെ കുറിച്ച് പഠിക്കാൻ തോന്നി. ഇംഗ്ലീഷിൽ നിന്ന് കിട്ടിയ കൃതികൾ മേടിച്ച് വീട്ടിൽ ഇരുന്ന് തന്നെത്താനെ വായിച്ച് പഠിച്ച് അതിന്റെ നോട്ടുകൾ തയ്യാറാക്കിയാണ് അദ്ദേഹം മാർക്സിസത്തെ കുറിച്ച് പഠനത്തിലേക്ക് ഇരുന്നത്. പിന്നീടാണ് സയൻസിലേക്ക് അദ്ദേഹം വരുന്നത്. അപ്പോഴേ ഈ കുറിപ്പുകൾ അദ്ദേഹം ഏത് കാര്യം അപ്പം ഈ കുറിപ്പുകൾ തയ്യാറാക്കുമ്പോഴും ഇപ്പം പത്രം വായിക്കുകയാണെങ്കിൽ, നമ്മളൊക്കെ പത്രം വായിക്കുന്നത് എങ്ങനെയാണ്? നമ്മളെ പത്രം വായിക്കുന്ന ഓടി മറിച്ചു വലിയ കണ്ടി അങ്ങനെ. അദ്ദേഹം അങ്ങനെയല്ല. പത്രം വായിച്ചാൽ രാവിലെ ഒരു പത്രം എടുത്താൽ ആ പത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അണ്ടർലൈൻ ചെയ്തു, കുറിപ്പുകൾ എടുക്കേണ്ടതാണെങ്കിൽ അത് കട്ട് ചെയ്തെടുക്കും. അങ്ങനെ കൃത്യമായിട്ട് അതുപോലെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു പ്രസംഗം നടത്തുന്നതെങ്കിൽ ഇത്ര തീയിലെ ഇന്ന പത്രത്തിലെ ഇന്ന വാർത്ത എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ പറയില്ല, അദ്ദേഹത്തിന്റെ കയ്യിൽ ആ സാധനം ഇരിപ്പുണ്ടെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വളരെ കൃത്യമായിട്ടും കാര്യങ്ങളെ അപഗ്രഥിക്കുന്ന ഒരു ശൈലി കലാമാഷുണ്ട്. എന്നാൽ ആ ശൈലി എന്ന് പറയുന്നത് കറക്റ്റും പറഞ്ഞാൽ യുക്തിവാദപരമായ ഒരു ശൈലിയാണ്. കാരണം താൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് സ്വയം ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രം പറയുകയും അല്ലാത്തത് പറയാതിരിക്കുകയും ചെയ്യും. നമ്മുടെ പല യുക്തിവാദികൾക്കും അങ്ങനെയാണ് വരുന്നത്. വായി വരുന്നത് വിളിച്ചു പറയുക എന്നുള്ളത് മാത്രം. അപ്പുറത്തേക്ക് താൻ പറയുന്നതിൻ്റെ യുക്തി എന്താണ്, അല്ല അതിൻ്റെ ശരിതെറ്റുകൾ എന്താണ്, അതിൻ്റെ റെഫറൻസ് എവിടെയാണ്, അതിൻ്റെ സോഴ്സ് എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ വിളിക്കുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം ചെയ്തത് എന്നും വളരെ കൃത്യമായി ആ കാര്യങ്ങൾ, താൻ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടത്ര തെളിവുകളെടുത്ത് ഒരു വക്കീലിന്റെ സാമർഥ്യത്തോടു കൂടി അദ്ദേഹം വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് കേട്ടാൽ പലപ്പോഴും നമുക്ക് എതിർക്കാനായിട്ട് കഴിയുമായിരുന്നില്ല. അത് മാത്രമല്ല, സംഘടനാ രംഗത്തെ കാര്യങ്ങൾ ഞാൻ വിടുന്നു. കാരണം സംഘടനാ രംഗത്ത് അദ്ദേഹം കാണിച്ചിട്ടുള്ള കൃത്യത, സൂക്ഷ്മത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തന നിലയിൽ ഒരിക്കലും തന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളിൽ മുഴുകാതെ
ആ കുടുംബത്തിലെ കാര്യങ്ങൾ ഭാര്യയ്ക്ക് വിട്ടുകൊടുത്തിട്ട് ഏതാണ്ട് പൂർണ്ണ സമയവും സംഘടനയ്ക്കും സമൂഹത്തിന് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. എനിക്ക് നമ്മൾ അദ്ദേഹത്തെ നിങ്ങളറിയാം, ഒരു പരിപാടി കാലപ്പഴയെ വിളിച്ചാൽ 5 മണിക്ക് പരിപാടി എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം 5 മണിക്ക് എത്തുകയും വന്നാൽ എവിടെയെങ്കിലും ആഹാരം കഴിക്കുന്ന കാര്യത്തിലുള്ള ആവശ്യമായിരുന്നില്ല, അല്ലെ അദ്ദേഹത്തിന് താമസിക്കുന്ന കാര്യത്തിൽ നിർബന്ധങ്ങൾ ആരുടെ വീട്ടിലായാലും മതി, അല്ലെങ്കിൽ ഏതൊരു താൽക്കാലിക സംവിധാനം മതി, തിരിച്ചു പോകും വണ്ടിക്കൂലി എന്ന് പറഞ്ഞാൽ കൃത്യം വണ്ടിക്കൂലി അല്ലാത്തൊരു പൈസ അദ്ദേഹം മേടിക്കില്ല. ഞാനും അദ്ദേഹമായിട്ട് പല പരിപാടിക്ക് ഒരുമിച്ച് പോയിട്ടുണ്ട്. ഒരിക്കലും ഞങ്ങള് കടവല്ലൂർ അന്യോന്യം തൃശ്ശൂരിന്റെ അപ്പുറത്തെ വലിയൊരു സ്വാമിമാരുടെ ഈ ഭേദാപഠനം നടക്കുന്ന സ്ഥലമുണ്ടല്ലോ കടവല്ലൂര്, അവിടെ അന്യോന്യത്തിന് ഒരു സെമിനാറിന് ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ചു. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അപ്പോൾ അദ്ദേഹം ഫാക്കൽറ്റി എന്ന നിലയിലുള്ള ഞങ്ങൾ രണ്ടുപേരെ വിളിച്ച് അങ്ങനെ 2 വർഷം കഴിഞ്ഞ് ചോറൊക്കെ കൂട്ടി കഴിഞ്ഞ് പോകാൻ നേരം 2000 രൂപയുടെ ഒരു കവർ അദ്ദേഹത്തെ കൊടുത്തപ്പോൾ അദ്ദേഹം നോട്ട് എടുത്തു. എനിക്ക് കോഴിക്കോട് പോകാനായിട്ടുണ്ട് 500 രൂപ താഴെ മതി, എനിക്കത് മതി എന്ന് എന്നോട് അദ്ദേഹം പറയുകയാണ്. ഞാൻ പറഞ്ഞു, മാഷേ ഇത് അവരുടെ ഫാക്കൽറ്റി ഫീസാണ്, മേടിച്ചാലും മേടിച്ചില്ല അവരുടെ കണക്ക് വരുന്നതാണ് എന്ന് പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹം കവർ എടുക്കുന്നത്. അതുപോലെ അദ്ദേഹം ഈ ജനകീയാസൂത്രണത്തിന്റെ കാര്യത്തിൽ പണ്ട് പത്തനംതിട്ടയിൽ നടന്ന ഒരു സെമിനാറിൽ അദ്ദേഹത്തെ ഒരു ഫാക്കൽറ്റിയായിട്ട് മനോരമ വിളിച്ചു. അവിടെ ചെന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ അതുപോലെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര ഹോട്ടലിലൊക്കെ താമസിക്കും, എനിക്ക് എന്നിട്ട് അവർ 5000 രൂപ ഫീസ് തന്നെന്ന്. അപ്പൊ ഈ 5000 രൂപ പുള്ളിക്ക് വേണ്ടി പുള്ളി ഒരേ അടുത്ത വണ്ടിക്കൂലി ബസ്സിന്റെ കാശ് നോക്കിട്ട് പറഞ്ഞു എനിക്ക് അത് മതി. ഞാൻ പറഞ്ഞു, എൻ്റെ മാഷെ ഇതൊക്കെ അവരുടെ ഒരു സാധാരണ രീതിയാണ്, അങ്ങനെ നിർബന്ധിച്ചാലല്ലാതെ അദ്ദേഹത്തിന് കൃത്യം വണ്ടിക്കൂലിക്ക് അപ്പുറത്തേക്ക്. എന്നിട്ട് പറയുന്നത് വെച്ചാൽ എന്നോട് ഞാൻ പലപ്പോഴും ചോദിച്ചു, എനിക്ക് പൈസ ഉണ്ട്, എനിക്ക് പെൻഷൻ ഉണ്ട്, എൻ്റെ പെൻഷൻ ഒന്നും വീട്ടിൽ കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലാതെ എന്നോട് പലപ്പോഴും പെൻഷനായതിനു ശേഷം. അതിന് മുമ്പ് അദ്ദേഹം പറയുന്നത്, കാരണം വീട്ടിൽ അങ്ങനെ കാശ് കൊടുക്കുന്ന രീതിയിൽ കിട്ടുന്നതൊക്കെ തന്നെ ഇങ്ങനെ സാമൂഹിക പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നടന്നുപോയ ഒരു കൽമഷമില്ലാത്ത ഒരു കാപട്യമില്ലാത്ത മനുഷ്യനായിരുന്നു. കാപട്യം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അങ്ങനെയൊന്നും ആയിരുന്നില്ല ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ചെറുപ്പത്തിലെ വിവാഹം കഴിക്കാനുള്ള താല്പര്യമില്ലായ്മയിൽ നിന്ന് വളരെ താമസിച്ച് കല്യാണം കഴിച്ചപ്പോൾ ജോലിയുള്ള പെണ്ണ് കിട്ടുകയും ആ പെണ്ണിനും ആ കുടുംബത്തില് നിത്യദാന ചെലവുകൾക്ക് പോലും കലാമാഷ് വലിയ പ്രശ്നങ്ങളോ ആകാംക്ഷകളോ ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് ശരിയാണോ തെറ്റാണോ, അദ്ദേഹം നല്ല കുടുംബനാഥനാണോ എന്നുള്ള ചർച്ചയിലേക്ക് നമ്മൾ പോകണ്ട. മറിച്ച് അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധത യുക്തിവാദി സംഘമായിട്ട് മാത്രമായിരുന്നില്ല, മറിച്ച് അദ്ദേഹം ഒരു ജനകീയ നേതാവ് എന്ന നിലയിൽ, പഞ്ചായത്തിന്റെ നേതാവ് എന്ന നിലയിൽ 1975 മുതൽ 84 വരെ പ്രസിഡന്റായിട്ടും 95 മുതൽ 2000 വരെ മെമ്പറായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചു. ആ കാലത്താണ് ജനകീയ ആസൂത്രണം വരുന്നതിന് മുമ്പ് തന്നെ വള്ളിക്കുന്ന് പഞ്ചായത്തിലെ ജനകീയാസൂത്രണം എന്താണ് എന്ന് സ്വന്തം തലയിൽ നിന്ന് ഇറങ്ങി വന്ന ഒരാശയത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. എങ്ങനെയാണ് നാട്ടിന് ആവശ്യമായ ഒരു തോട് വെട്ടേണ്ടത്, വഴി വെട്ടേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് പഠിച്ച് അതിന് ആളുകളെ സംഘടിപ്പിച്ച് അദ്ദേഹം നിലകൊണ്ടെന്നുള്ളതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ജനകീയ വിഷയമുണ്ട്. കലാമാഷ് വള്ളിക്കുന്ന് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഏറ്റവും മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലം. യുക്തിവാദി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പറയും, ഇപ്പോഴും നമ്മൾ പറയുന്നതാണ് യുക്തിവാദി എന്ന് പറഞ്ഞാൽ നാട്ടുകാർ ഓടിക്കുമെന്നൊക്കെ നമ്മുടെ ചില ആളുകളുടെ വിചാരം. യുക്തിവാദി എന്ന് മാത്രം പറഞ്ഞാൽ ചിലപ്പോൾ ഓടിക്കുമായിരിക്കും. പക്ഷേ നമ്മളൊരു സാമൂഹ്യ പ്രവർത്തകനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ യുക്തിവാദി മാത്രമല്ല, യുക്തിവാദിക്കൊപ്പം നമ്മളൊരു സാമൂഹ്യ പ്രവർത്തകനാണ് എങ്കിൽ നമ്മളെ നിഷേധിക്കാൻ ഒരു പ്രസ്ഥാനത്തിന് കഴിയില്ല. ഇപ്പൊ DP ഇവിടെ ഇരിപ്പുണ്ട്, അല്ലെ പല ആളുകൾ പോലെ ഉണ്ട്. അവരൊക്കെ വെറും യുക്തിവാദികൾ മാത്രമല്ല, അവർക്കൊക്കെ ഉള്ള സാമൂഹ്യ അംഗീകാരം, അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾക്കുണ്ടാകുന്ന സാമൂഹിക അംഗീകാരം നിങ്ങൾക്കറിയാവോ. അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും 15 വർഷം പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും മെമ്പറായിട്ടിരിക്കുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം മേടിച്ച ആളായിരുന്നു അവിടെ വാർഡിലും മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ. അപ്പൊ എന്നോട് ഞാൻ പലപ്പോഴും ചോദിക്കും, എന്നോട് പറഞ്ഞിട്ടുണ്ട്, രാവിലെ എഴുന്നേറ്റ ഒരു 4-5 പേരെങ്കിലും വീട്ടിൽ വരും. അവർ വീട്ടിൽ വന്ന ഓരോ പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ട് വരുന്നത്. കുടുംബ പ്രശ്നങ്ങളാണെങ്കിൽ അവരോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി അയക്കുക എന്ന് പറയുന്നത് വളരെ കൃത്യമായൊരു നിലപാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരിക്കലും തലക്കനമില്ലാത്ത ഒരു നേതാവായിരുന്നു അദ്ദേഹം. ഒരുപക്ഷെ അദ്ദേഹത്തിന് തലക്കനം ഇല്ലാതെ പോയത് കൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നത് അദ്ദേഹം പിന്നീട് അതിന് മുകളിലേക്ക് പോകാതെ വന്നൊരു കാലഘട്ടം. യുക്തിവാദി സംഘം വേണോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണോ എന്ന ചോദ്യം വന്നപ്പോൾ അദ്ദേഹം കൃത്യമായി വളരെ മറുപടി EMS പറഞ്ഞു, മറുപടി എനിക്ക് യുക്തിവാദി സംഘം മതി. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ അധികം ആളുകളില്ല, പാർട്ടിക്ക് വേണ്ടി ധാരാളം പേരുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന സാംസ്കാരിക വിപ്ലവം എന്ന കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ഈ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനത്തിനുള്ള പ്രാധാന്യം പാർട്ടികൾ തിരിച്ചറിയുന്നില്ല എന്നതും ആ തിരിച്ചറിവില്ലായ്മയാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നതുകൊണ്ട് അത്തരം ഒരു സാംസ്കാരിക മണ്ഡലത്തിലേക്ക് ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കലാമാഷ് യുക്തിവാദി സംഘത്തെ തെരഞ്ഞെടുത്ത. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്ന മുൻ മന്ത്രി മുൻ MLA ആയിരുന്ന കലാനാഥനെ കുറിച്ചായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും അങ്ങനെ അധികാരഭ്രമമോ അത്തരം ഒരു താല്പര്യമോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നത് അദ്ദേഹത്തിലെ പച്ച മനുഷ്യന്റെ സ്വഭാവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഒരിക്കലും
കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് സാമൂഹ്യ പ്രവർത്തനങ്ങളെ മാറ്റിവെച്ചുള്ള ഒരാളായിരുന്നില്ല അദ്ദേഹം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം സാമൂഹ്യ പ്രവർത്തകന്മാരുടെയൊക്കെ ജീവിതങ്ങളിൽ, കുടുംബജീവിതങ്ങളിൽ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ട്. ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് മുഴുനീള പ്രവർത്തകരായിട്ടുള്ള ആളുകൾ, നമ്മുടെ പറഞ്ഞിട്ടുള്ള ഒട്ടേറെ നേതാക്കന്മാർ, ഇപ്പം സുഗതനെ പറഞ്ഞ സുഗതന് പിന്നെ കുടുംബം ഇല്ലായിരുന്നെങ്കിൽ പോലും ഒട്ടേറെ സാമൂഹിക പ്രവർത്തകന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ അവരുടെ അവസാന നാളുകളിൽ എത്ര ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ, പലപ്പോഴും സാമൂഹിക പ്രശ്നങ്ങളെ മുന്നോട്ട് വെക്കുമ്പോൾ കുടുംബ പ്രശ്നങ്ങൾ പിന്നോട്ട് പോവുകയും സ്വാഭാവികമായി കുടുംബത്തിനുള്ളിൽ ഉണ്ടാവുന്ന അത്തരം ഭിന്നതകളൊക്കെ വളരെ പ്രശ്നമാകാറുണ്ട്. പൊതുവെ പൊതുപ്രവർത്തകർ, ഞങ്ങൾക്കൊക്കെ അനുഭവമുള്ള കാര്യമാണ്. പക്ഷേ ആ മണ്ഡലത്തിലൊന്നും അങ്ങനെ പുറകോട്ട് പോകാതെ തൻ്റെ അന്ത്യകാലം വരെയും താൻ വിചാരിച്ച രീതിയിലുള്ള എല്ലാ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞിരുന്ന വളരെ ഒരു ആദർശവാനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനായിരുന്നു കലാധരൻ മാഷ് എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതേ ഇണങ്ങേണ്ടടുത്ത് ഇണങ്ങും, പിണങ്ങേണ്ടടുത്ത് പിണങ്ങും, അരിശപ്പെടേണ്ടടുത്ത് അരിശപ്പെടും. എന്നോടൊക്കെ എത്രയോ തവണ ഞങ്ങൾ തമ്മിൽ വളരെ രൂക്ഷമായിട്ടുള്ള വാഗ്വാദങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും അത് കഴിഞ്ഞാൽ ഇങ്ങോട്ടിറങ്ങിയ തോളെ കൈയിട്ടുകൊണ്ട് പോരുന്നൊരു രീതി എന്ന് വെച്ചാൽ ഒരിക്കലും അങ്ങനെ ഒരു മനുഷ്യത്വ വിരുദ്ധമല്ല, സംഘടനാപരമായ ആശയപരമായ കാര്യങ്ങൾക്ക് വേണ്ട മാത്രം പിണങ്ങുകയും ചെയ്തിരുന്ന ആളായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തിന് ആശയങ്ങളോട്, തൻ്റെ ദാർശനിക നിലപാടുകളോട് വളരെ കൃത്യമായിട്ടുള്ള കൂറുണ്ടായിരുന്ന ഒരാളായിരുന്നു കലാധരൻ മാഷ് എന്നതുകൊണ്ടാണ് അദ്ദേഹം ആ നാട്ടിൽ മാത്രമല്ല കേരളത്തിലെമ്പാടും അറിയപ്പെട്ട ഒരു യുക്തിവാദി എന്ന നിലയിൽ അറിയപ്പെടുകയും അവസാന നാളുകളിൽ ആ വേണ്ടുന്ന ആദരവത്തോടു കൂടി അദ്ദേഹം ഒരു പാഠപുസ്തകമായിട്ട് നമ്മുടെ മുന്നിലേക്ക് മാറുകയും ചെയ്തത്. ഞാൻ ഇത്രയും നിരവധിയായിട്ടുള്ള ശവം മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കുന്ന ഏതാണ്ട് 100-100ഓളം പരിപാടികൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത്ര ആദരപൂർണമായി ഒരു മെഡിക്കൽ കോളേജിൽ ബോഡി മേടിക്കുന്നത് ഞാൻ എന്നാണ് കാണുന്നത്. കാരണം ഞങ്ങൾ 1 മണിക്കൂർ താമസിച്ചാണ് ചെല്ലുന്നതെങ്കിൽ ആ 1 മണിക്കൂറും മെഡിക്കൽ കോളേജുകാർ ഞങ്ങളെ കാത്തിരിക്കുകയും അവിടുത്തെ അല്ലെങ്കിൽ അനോട്ടമി ഡിപ്പാർട്ട്മെന്റിൽ ഒരു യോഗം വിളിച്ചിട്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും വൈസ് പ്രിൻസിപ്പലും സൂപ്രണ്ടും അടക്കമുള്ള ആളുകൾ കാത്തിരുന്ന് നമ്മളെ കൊണ്ട് സംസാരിപ്പിച്ച് ആരായിരുന്നു കലാധരൻ മാഷ് എന്ന് ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിന് മൃതദേഹം ഏറ്റുവാങ്ങുന്ന വളരെ ഉദാത്തമായിട്ടുള്ള ഒരു ചടങ്ങോടുകൂടിയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജുകാരത് ചെയ്തത്. ഞാൻ അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് വന്നൊരു സംഭവത്തിൽ അവിടുത്തെ എച്ച്ഒഡി കാര്യം വളരെ രൂക്ഷമായിട്ട് സംസാരിക്കേണ്ടി വന്നു. കാരണം അവർക്കൊന്നും വലിയ താല്പര്യമില്ലാത്തൊരു വിഷയമാണ് മൃതദേഹം കൊടുക്കാൻ. പക്ഷേ നമ്മുടെ ഇവിടെയാണെങ്കിൽ ശിവരാമൻ ചേട്ടന് മൃതദേഹം കൊടുക്കാൻ അന്ന് പോയപ്പോഴും ഞാൻ ആ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ശശിയുടെ മൃതദേഹം എഴുവിൻ്റെ ഗോപിനാഥ്, അവൾ മറന്നുപോയ പേര് മറന്നുപോയത് കാരണം അടുത്ത മാസമാണല്ലേ അദ്ദേഹത്തിൻ്റെ എഴുവിനയുടെ ചരമദിനം വരുന്നുണ്ട്. അതുപോലെ KKS ദാസ്, അദ്ദേഹത്തിൻ്റെ ചരമദിനം അടുത്ത മാസത്തിൽ വരുന്നതാണ് ചരമദിനം. അപ്പം ഇങ്ങനെ ഒട്ടേറെ ആളുകൾ, നമുക്ക് 2014 വലിയ നഷ്ടങ്ങൾ, നമ്മുടെ ഒട്ടേറെ പ്രമുഖരായിട്ടുള്ളതും പ്രധാനപ്പെട്ടതുമായിട്ട് ഒട്ടേറെ പ്രവർത്തകന്മാർ അന്തരിച്ചു ഒരു കാലമാണ്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ശിവരാമൻ ചേട്ടനെ കുറിച്ച് ഞാൻ നിങ്ങൾ പറയേണ്ടതില്ല. ശിവരാമൻ ചേട്ടൻ്റെ എല്ലാ അനുസ്മരണ യോഗങ്ങളിൽ പങ്കെടുത്തുള്ള ഒരാളാണ് ഞാൻ. അതേ പ്രകാരം മാതൃകാപരമായ ഒരു വ്യക്തിയായിരുന്നു. പ്രത്യേകിച്ച് കടക്കര പള്ളിക്കാരെ മാത്രം കുറിച്ചല്ല, അല്ല ചേർത്തലക്കാരെ കുറിച്ച് മാത്രമല്ല, യുക്തിവാദി എന്ന നിലയിൽ തന്നെ മുൻപിൽ കലാമാഷെ കുറിച്ച് പറഞ്ഞ പോലെ ആദ്യ യുക്തിവാദി പിന്നെ കമ്മ്യൂണിസ്റ്റുകാരനുമായിരുന്ന ആളാണ് അദ്ദേഹം. അതുപോലെയാണ് ശശിചേട്ടൻ്റെ കാര്യം ഇവിടെ നമ്മുടെ ലെനിൻ സഖാവ് പറയുണ്ടായി. ശശിചേട്ടനുമായിട്ടും വളരെ അടുത്ത പരിചയം ഉണ്ടായിരുന്ന ഒരാളാണ്. ഏറ്റവും കൂടുതൽ വഴക്ക് പിടിച്ചിട്ടുള്ള ഒരാൾ ഒരുപക്ഷെ ഞാനായിരിക്കും. അദ്ദേഹത്തിന് ഭാര്യ രോഗാതുരമായി കിടന്ന കാലങ്ങളിൽ പോലും അവരെ കാണുകയും അന്ന് പോലും ഭാര്യയുടെ ശവ സംസ്കാരത്തിൽ വളരെ കൃത്യമായൊരു നിലപാടെടുക്കുകയും അങ്ങനെ ചെയ്യാവൂ എന്ന് പറയുകയും ചെയ്ത ആളായിരുന്നു അദ്ദേഹം. ഒരു CPML പ്രവർത്തനായിരുന്നെങ്കിലും കുറെ അവസാന കാലങ്ങളൊക്കെ അത്തരം കാര്യങ്ങൾ വേർപെടുകയും വളരെ സ്വാഭാവികമായിട്ടും യുക്തിവാദി സംഘത്തിന്റെ പരിപാടികൾക്ക് പ്രാമുഖ്യം കൊടുക്കുകയും ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം നടക്കുന്നത് 89 ആലപ്പുഴ സമ്മേളനത്തിൽ വെച്ചാണ് മകളുടെ കല്യാണം. സമ്മേളനത്തിൽ തുടങ്ങുന്നതിന് സമയത്താണ് ആദ്യം വിവാഹം നടത്തിയതിനു ശേഷമാണ് സമ്മേളനം നടക്കുന്നത്. അന്ന് മുതൽ നിരവധി ജാഥകളിൽ സംഘത്തിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാസർഗോഡ് തിരുവനന്തപുരം വരെയുള്ള 2-3 ജാഥകളിൽ ഞാൻ എക്കാലത്തും ഉണ്ടായിരുന്നു. ശശിചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതിലെ പണപ്പിരിവ് അടക്കം പുസ്തക വിൽപ്പന അടക്കമുള്ള കാര്യങ്ങളിൽ ആവേശപൂർവ്വം പങ്കെടുത്ത ഒരാളായിരുന്നു NM ശശി എന്ന് പറയുന്ന ആള്. അദ്ദേഹം കവിത എഴുതുമായിരുന്നു. എൻ്റെ പല കവിതകളും തന്ന് പ്രസിദ്ധീകരിക്കണമെന്ന് പറയുമായിരുന്നു. അതിലെ കാവ്യാംശം ഉണ്ടായിരുന്നൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അത്രമാത്രം ഏതാണ്ട് ഒരു ഫുൾ ടൈമർ എന്ന നിലയിൽ പലപ്പോഴും പലർക്കും അദ്ദേഹത്തോട് വിപ്രതിപത്തി പല കാര്യം തോന്നിയിട്ടുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് യുക്തിവാദി സംഘത്തെ സംബന്ധിച്ച് അതിൻ്റെ ഒരു സമരപഠനം എന്ന നിലയിൽ എല്ലാ പരിപാടിയിലും എത്തിച്ചേർന്ന ആളായിരുന്നു ശിവരാമൻ ചേട്ടൻ. ശശിചേട്ടനെ പോലെ തന്നെ ശിവരാമൻ ചേട്ടനും നമ്മുടെ തൊട്ടടുത്തുകാരൻ എഴുവിൻ്റെ ഗോപിനാഥ്, അദ്ദേഹം എത്രയോ ദീർഘകാലമായി ഈ പറഞ്ഞ വേദികളിൽ ഞാൻ പറഞ്ഞ പോലെ ജാഥകളിലും മറ്റു പരിപാടികളിലൊക്കെ തന്നെ പൂർണ്ണമായി ഇന്നത്തെ കലാമാഷിനെ കുറിച്ച് പറഞ്ഞ പോലെയാണ് പൈസ അല്ലെങ്കിൽ വണ്ടിക്കൂലി എന്ന് പറയുന്ന ഒരു പ്രശ്നമായിട്ട് തോന്നാതെ എവിടെ കിടന്ന് വേണേലും യാത്ര ചെയ്യാൻ കഴിയുന്ന, എവിടെ വേണേലും കിടന്നുറങ്ങാൻ കഴിയുമായിരുന്ന ഒരു സാമൂഹിക പ്രവർത്തകനായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എഴുവിൻ്റെ ഗോപിനാഥ്.
അദ്ദേഹത്തിന്റെ മൃതദേഹവും പാഠപുസ്തകമായിട്ട് മാറുകയുണ്ടായി. അതുപോലെ KK.S. ദാസ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ കഴിഞ്ഞ വർഷം നമുക്കുണ്ടായ നഷ്ടങ്ങളാണ്. ആ നഷ്ടങ്ങൾ നമ്മൾ ഓർക്കുന്നത് എന്തിനാണ് എന്നോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് എന്തിനാണ് നമ്മൾ ഇത്ര അനുസ്മരണ സമ്മേളനം നടത്തുന്നത്? ആളുകൾ പ്രായം ചെല്ലുമ്പോൾ മരിക്കുക എന്നൊരു സ്വാഭാവികമാണ്, നമ്മളൊക്കെ മരിച്ചു പോകും. പക്ഷേ യുക്തിവാദിയെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾക്ക് അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ ജീവിതം നമുക്ക് എപ്രകാരം പാഠപുസ്തകമായിട്ട് മാറണം എന്നുള്ളതാണ് പ്രധാനം. ഇവരൊക്കെ മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊടുത്ത മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ തന്നെ നമുക്കും അതിന് പാഠമാകേണ്ടതുണ്ട്. എങ്ങനെ ആയിരിക്കണം ഒരു യുക്തിവാദി ജീവിക്കേണ്ടത്, എങ്ങനെ ആയിരിക്കണം ഒരു യുക്തിവാദി മരിക്കേണ്ടത് എന്നുള്ള വളരെ കൃത്യമായിട്ടൊരു നിലപാട്. നമ്മളെല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്നറിയാവോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും, ശവം എന്ത് അടക്കും, ഇതൊക്കെ നമ്മൾ ആകാംക്ഷപ്പെടേണ്ട ഒരു കാര്യമൊന്നും അല്ലത്. വളരെ കൃത്യമായ നിലപാടാണ് നമ്മളുണ്ടെങ്കിൽ, നമ്മൾ കൃത്യമായ നിലപാടുണ്ടെങ്കിൽ, നമ്മൾ ശക്തമായ താൻ ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിന്റെ കാര്യത്തില് നമ്മൾക്ക് 100% ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ നിശ്ചയമായും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്റെ ജീവിതത്തിൽ ഇപ്പൊ കഴിഞ്ഞ 46 വർഷമായി യുക്തിവാദി പ്രസ്ഥാനത്തിലുണ്ട് ഞാൻ. എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അത്തരം പ്രതിസന്ധി, ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിലും ഒരിക്കലും യുക്തിവാദിയായി എന്നതുകൊണ്ട് സാമൂഹികമായ ഒരു പ്രതിസന്ധി എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അതിനെയൊക്കെ വളരെ തന്റേടെ പൂർണ്ണമായി അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞു. അത് എന്റെ മിടുക്കൊണ്ട് മാത്രം, എന്റെ പ്രസ്ഥാനത്തിനോട് മിടുക്കൊണ്ടാണ്. നമ്മുടെ പ്രസ്ഥാനം, അല്ലെ നമ്മുടെ സുഹൃത്തുക്കള്, നമ്മുടെ ആശയങ്ങള് എപ്പോഴും നമ്മൾ ആ നിലപാട് ഉയർച്ചെന്നാല് നമ്മുടെ ഒരു പ്രസ്ഥാനം നമ്മുടെ കൂടെ ഉണ്ടായാൽ നിശ്ചയമായും നമ്മൾക്ക് അതിനെ അതിർണം ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കേരളത്തിലെ ടി ജോസഫ് സാറിന്റെ കൈവിട്ട കാലത്തും അദ്ദേഹത്തിനും അത് കഴിഞ്ഞ് സലോവി മരിച്ച സമയത്തും അതുപോലെ പല പല ആളുകൾക്ക് ജാവദ ടീച്ചർ അടക്കമുള്ള ആൾക്കാരെ വധഭീഷണി ഉണ്ടായപ്പോഴും അങ്ങനെ ജബാർ ഭാഷണ കാര്യത്തിലായാലും ഒക്കെ അന്ന് ഇതിനെല്ലാം നേരിട്ടത് കേരള യുക്തിവാദി സംഘം തന്നെയാണ്. ഇപ്പോൾ വീണ്ടും അത്തരം ചില ഭീഷണികൾ വരുമ്പോൾ അവർ നമ്മളെ വിളിക്കാറുണ്ട്. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ്? നമ്മളെ എതിർക്കുമ്പോൾ തന്നെ വളരെ കൃത്യമായും, കാരണം ഒരു സംഘടന എന്ന് പറയുന്നത്, ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരാളിന്റെ കൂടെ നിൽക്കേണ്ടി വരുന്നതിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് വളരെ സ്വാഭാവികം. നമ്മുടെ പോലെ പ്രക്ഷുബ്ധമായ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തില് പ്രസ്ഥാനങ്ങളെ വിട്ടിട്ട് ഒറ്റയാളായി നിന്ന് മിടുക്കനായി കളയാമെന്ന് വിചാരിക്കുന്നതൊക്കെ വെറുതെയാണ്. അത് നമ്മൾ ഇത്തരം ആളുകളെ സ്മരിക്കുമ്പോൾ അവരൊക്കെ നൽകിയ സംഭാവനകൾ, അത് കലാപരമായിരിക്കാം, സാഹിത്യപരമായിരിക്കാം, ചിന്താപരമായിരിക്കാം, സംഘടനാപരമായിരിക്കാം, വ്യക്തിപരമായിരിക്കാം, ഏതൊക്കെ ആണെങ്കിൽ പോലും അത് കൃത്യമായും അടയാളപ്പെടുത്തുന്നത് നമ്മുടെ സാമൂഹിക അസ്തിത്വത്തെയാണ്. നാം എന്തായിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു നിലപാടുണ്ടാക്കുന്നതിലും യുക്തിവാദിയായി എന്നതുകൊണ്ട് ഒരിക്കലും നമ്മൾക്ക് ആരും ഇരിക്കപ്പെടണം വെച്ച് നമ്മളെ പുറന്തള്ളുകയില്ല. സാമൂഹികമായ തിരസ്കാരങ്ങൾ ഒരു യുക്തിവാദിക്കും ഉണ്ടാവില്ല. അതിനുണ്ടാകണമെങ്കിൽ സ്വാഭാവികമായി യുക്തിവാദി സാമൂഹിക പ്രവർത്തനായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ സമൂഹത്തിന്റെ സ്പന്ദനങ്ങളെ തിരിച്ചറിയുന്ന ഒരാളെയും ഒരു സമൂഹത്തിനും തിരസ്കരിക്കാൻ കഴിയില്ല. കലാനാഥനെയും KK.S. ദാസിനെ എഴുപിന്റെയും ശിവരാമൻ ചേട്ടനെയും NM ശശിയെയും നമ്മൾ അനുസ്മരിക്കുമ്പോൾ സ്വാഭാവികമായും അത്തരമൊരു ഉദാത്തമായ ചിന്താ പദ്ധതി എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ സഹോദരങ്ങളല്ലേ, എന്റെ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് പോയത്. അതിന്റെ ആ നഷ്ടത്തെ പരിഹരിക്കാൻ ഞാൻ പ്രതിബദ്ധനാണ് എന്ന് നമ്മൾ തോന്നുമ്പോൾ മാത്രമാണ് ഈ അനുസ്മരണ യാഥാർത്ഥ്യമാകുന്നത്. നന്ദി.